എനിക്കെന്തായാലും സമാധാനിച്ച ഇതിനൊപ്പം സംസാരിക്കാനൊന്നും കഴിവില്ല. അതൊന്നും നമ്മൾ എത്തൂല. കാരണം ഞാൻ വേറെ ആളാണ്, സമാധാനിച്ചാൽ വേറെ ആളാണ്. അപ്പം എന്തായാലും ഞാൻ അതിൽ പോയി പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. ഞാനിതുവരെ മറ്റുള്ളവരുടെ ചരിത്രങ്ങൾ വായിച്ചിരുന്ന ഒരാളാണ്. അപ്പം എന്നെ പറ്റിയൊരു ചരിത്രം അതും ദുബായിൽ വെച്ചിട്ട് നമ്മുടെ ഗൾഫ് സത്യധാര പുറത്തിറക്കിയത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പ്രകാശന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുടെ സാന്നിധ്യത്തിലാണ് ഈ ഒരു പുസ്തകം പ്രകാശനം ചെയ്യാൻ പറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഗോവയിൽ പോയ സമയത്ത് ഗോവയിൽ നാഷണൽ മെഡൽ വേണ്ടിയിട്ട് കൂടുതൽ സപ്പോർട്ട് ആയിട്ട് തന്നെ പോകുന്നതൊക്കെ നമ്മൾ എല്ലാ സംസാരിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞാൻ ദുബായ് ആദ്യമായിട്ട് എന്നെ ദുബായ് കാണിപ്പിച്ച നമ്മുടെ സലാമക്ക പാപ്പിശ്ശേരി ഇവരുണ്ട്. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നായിരുന്നു ഒരു ഉമ്മ ചെയ്യുന്നത്. അതും കഴിഞ്ഞ റമദാനില് എനിക്ക് സാധിപ്പിച്ചു തന്നിട്ട് നമ്മുടെ മലബാർ ഫൈസലിക്കാണ്, അദ്ദേഹമില്ല. അപ്പം ഒരുപാട് ഈ പരിമിതികളില്ലാതെ എനിക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റിയിട്ടുള്ളത് ഈ കൂടിയിരിക്കുന്ന നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളും സപ്പോർട്ടും കൊണ്ട് മാത്രമാണ്. ഒരു ഡിഫറൻറ്റ് യോഗകളായിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് പറക്കണമെന്നുണ്ടെങ്കിൽ അവന് ചിറകുകളാണ്. ആ ചിറകുകൾ എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ഓരോ വ്യക്തിത്വങ്ങളാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ഒരുപാട് നിങ്ങൾക്ക് പറക്കാനുള്ള വലിയൊരു പ്രചോദനം. എല്ലാവരും ഒന്ന് കൈകൊണ്ട് കൊണ്ടിരിക്കും. പതിക്കാലം കൊണ്ടിരിക്കുന്നു. പതിച്ചോ? ഞാൻ പറഞ്ഞെന്ന് പറയുന്ന സമയത്ത് 2 പ്രാവശ്യം കഴിക്കണം. അറിയാണോ? അറിയാണോ? ഞാൻ ഒപ്പിടിക്കണം. 2 വായിച്ചിരിക്കണം. 1 2 കഴിക്കാൻ പറഞ്ഞ പക്ഷെ ഞങ്ങളൊക്കെ കൈയടിച്ചൂടെ? പക്ഷെ ഈ കൈയ്യെടുക്കാൻ സമയത്ത് പറഞ്ഞ സമയത്ത് ആദ്യം നിങ്ങൾ മറിച്ചോക്കാൻ അടിച്ചത്, രണ്ടാമത് പിന്നെ നിങ്ങൾക്ക് ഒരു ആവേശമായിട്ട് പറയും അല്ലേ? അതൊരു കളിയായിട്ട് നിങ്ങൾ എടുത്തു. പക്ഷെ നിങ്ങൾക്ക് അവിടെ ഒന്നും നേടാനും പോയിട്ടില്ല, ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഉണ്ടോ? ഇല്ല. പക്ഷെ നിങ്ങൾക്ക് അവിടെ നഷ്ടപ്പെട്ടു എന്ത്? ഒരു ചെറിയൊരു കയ്യടി അല്ലേ? പക്ഷെ എനിക്ക് എന്താ അറിയോ, നിങ്ങൾക്ക് ആ ഒരു ചെറിയ കയ്യടികൾ കൊണ്ട് ഒരുപാട് ഉയരങ്ങളിലേക്ക് പറക്കാൻ പറ്റുന്ന ഒരു വലിയ ആത്മവിശ്വാസമാണ് നിങ്ങൾക്ക് ആ ചെറിയ ഇനി എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നാണ് അടുത്ത അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ വെച്ച് നടക്കാൻ നിൽക്കുന്ന ഒളിമ്പിക്സിൽ സ്വിമ്മിങ്ങിൽ പങ്കെടുക്കണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. അതിലേക്ക് പങ്കെടുക്കാൻ എല്ലാവരുടെയും പ്രാർത്ഥനകളും സപ്പോർട്ടും എനിക്ക് ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചെറിയൊരു സന്ദേശം കൂടി നമുക്ക് അവസാനിപ്പിക്കുക. എല്ലാവരും ഒന്ന് നെഞ്ചിൽ കൈവെക്കുമോ? ഞാൻ പറയുന്ന ഒച്ചത്തിൽ പറയണം. അറിയാണോ? നല്ല ചിന്ത, നല്ല വാക്ക്, നല്ല പ്രവൃത്തി. നല്ല ചിന്ത, നല്ല വാക്ക്, നല്ല പ്രവൃത്തി. നല്ല പൗരൻ. ചില വാക്കാണില്ലേ? നമുക്ക് ചിന്ത ഉണ്ടാകുമ്പോഴാണ് നമ്മൾ നല്ല വാക്ക് പറയുന്നത്. നമ്മൾ നല്ല വാക്ക് പറയുമ്പോഴാണ് നമുക്ക് നല്ല പ്രവൃത്തി ചെയ്യാനുള്ളത്. നമ്മൾ നല്ല പ്രവൃത്തി ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ വിഷയങ്ങളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പൊ എല്ലാവരും ഞാൻ പറയുമ്പോൾ ചിരിക്കാൻ പറ്റുമോ? എന്ത് രസമല്ലേ എങ്ങനെ ശരിയാണ്? അപ്പം എന്തൊരു പ്രയാസം വന്നാലും എന്തൊരു പ്രതിസന്ധി വന്നാലും അതിനെല്ലാം നമുക്ക് പുഞ്ചിരിയോടെ അതിജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും സമർപ്പിക്കാൻ